യോഹന്നാൻ്റെ സുവിശേഷം 14:13-14 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്താണ് നാമം എന്ന് ചോദിച്ചാൽ പൊതുവേ നാം ചിന്തിക്കുന്നത് പേര് എന്നായിരിക്കും. എന്നാൽ ബൈബിളിൽ ദൈവത്തിൻ്റെ പേര് വളരെ പ്രത്യേകതകളോടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ നാമം എന്തെന്ന് മോശെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നാണ് ദൈവം ആദ്യം അരുളി ചെയ്യുന്നത്. യഹോവ എന്ന നാമത്തിൽ ഞാൻ പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്ന് ദൈവം മോശയോട് പുറപ്പാട് 6:3 പറയുന്നുമുണ്ട്. എന്നാൽ ശേത്തിൻ്റെ മകനായ ഏനോശിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് ഉൽപ്പത്തിയിൽ കാണുകയും ചെയ്യുന്നു. യാഹ് എന്നാകുന്നു ദൈവത്തിൻ്റെ നാമം എന്ന് ദൈവം തന്നെ അരുളി ചെയ്യുന്നു. യേശു എൻ്റെ നാമത്തിലെന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുന്ന കാര്യം പറയുമ്പോൾ പിതാവ് അവന് സകല നാമത്തിന് മേലായ നാമം നൽകി എന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ 2-ാം പറയുന്നു. നാമം എന്നത് അധികാരത്തെ കൂടെ കാണിക്കുന്നതാണ്. രാജാവിൻ്റെ നാമത്തിൽ എന്നത് സർവ്വസാധാരണമായി പറയുന്ന ഒരു ഉദാഹരണമാണ്. ഓരോ പദവിയിലിരിക്കുന്നവർ ആ സമയത്ത് നൽകുന്ന രേഖയ്ക്ക് അവരുടെ സ്ഥാനത്തിൻ്റെ അധികാരവും കൂടെയുണ്ട്. യേശു ക്രിസ്തു തൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും നൽകിത്തരും എന്ന് പറയുന്നതിൽ അവിടുത്തെ ദൈവിക അധികാരം കൂടെ നാം കാണുന്നു. അവിടുന്ന് സർവശക്തനായ ദൈവമാകിയാൽ നൽകിത്തരുവാൻ കഴിവുള്ളവനാണ്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനാണ് നൽകുന്നത്. പിതാവിനുള്ള അധികാരമെല്ലാം പുത്രനുമുണ്ട് എന്ന് അത് കാണിക്കുന്നു. പിതാവും പുത്രനും ഒന്നാണ് എന്ന് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, അധികാരം, മഹത്വം തുടങ്ങിയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിച്ച് ആ നാമത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അത് നമുക്ക് നൽകിത്തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.